ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ പച്ചരി ഒന്നും ഉപയോഗിക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ചോറോ അവലോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ കയ്യിലുള്ള ചേരുവകളൊക്കെ മിക്സർ ജാറിൽ ഒന്ന് കറക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്, പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള സമയം അത്ര മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ കടലക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏതാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. കണ്ടതാ ഇതേപോലെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി അപ്പം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ പാലപ്പത്തിൻ്റെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അപ്പം ഉണ്ടെന്നുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സമയമൊട്ടും തന്നെ കളയാതെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലിടുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബൗളിലേക്ക് ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തന്നെ സാധാരണ പച്ചവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളിലൊന്നുമില്ലാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. കണ്ടത് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെറിയൊരു കുറുക്കും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പി കാച്ചെടുക്കില്ലേ അപ്പത്തിനൊക്കെ, അതാണ്. അതിനായിട്ട് ഇതാ 1/4 കപ്പ് അരിപ്പൊടി, നമ്മളെടുത്ത അതേ അരിപ്പൊടി തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ശരിക്കും ഇതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ശരിക്കും നന്നായിട്ട് തന്നെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഏറ്റവും കുറച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇതേപോലെ കൈയെടുക്കാതെ ഇളക്കി ഇതായി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ വലിയ ചൂടൊന്നാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ അപ്പത്തിൻ്റെ, അതായത് അരിപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അത് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ കപ്പി കാച്ചിയതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് അത്ര മാത്രം മതി. ഇനിയിപ്പോൾ ശരിക്കും ഇങ്ങ് പുളിച്ച് നന്നായിട്ട് ഇങ്ങ് പൊങ്ങി വരാനായിട്ട് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1-2 മണിക്കൂറിൻ്റെ നന്നായിട്ട് തന്നെ ഇങ്ങ് പൊങ്ങി വന്നോളും. അപ്പോൾ നന്നായിട്ട് ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മതിയാവും. ഇല്ല, ചെറിയൊരു മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂർ വേണ്ടി വന്നെന്നിരിക്കും. ഇനി മധുരത്തിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പത്തിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ വേണം ചേർക്കാനായിട്ട്. അതും ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അത്രയും മതി. ഇതെല്ലാം കൂടി തന്നെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ആ കപ്പി കാച്ചിയതും തേങ്ങയും ഈസ്റ്റും എല്ലാം ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് കറക്കിയെടുത്തുകൊണ്ട് വരാം. കാരണം നന്നായിട്ട് തന്നെ ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള അപ്പത്തിൻ്റെ മിക്സാണ്. ഇതിനിപ്പോൾ കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാൻ വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അരിപ്പൊടി നല്ല കട്ടിക്കാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് അവിടെ മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ ശരിക്കും നന്നായിട്ട് പൊങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ പച്ചരി കൊണ്ട് അരി അരച്ച് വെച്ച്
അപ്പമൊക്കെ പുളിപ്പിക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോൾ അപ്പവും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പുളിച്ച് വന്നതിന് ശേഷം മാത്രം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല. നമുക്ക് നേരെ അപ്പച്ചട്ടി വെച്ച് ഇങ്ങനെ അപ്പം റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ആണെങ്കിലും ഒരു പാകത്തിനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ചട്ടി ഒരുപാടങ്ങ് ചൂടാവുകയും ചെയ്ത് തീരെ ചൂടാവാതെ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ തീരെ ചൂടായില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോൾസും വരില്ല. ഒരുപാടങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കി അത്ര നന്നായിട്ട് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ഒരു പാകത്തിന് ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ച് ഇതേപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്ത് കണ്ടോ നല്ല മുരിഞ്ഞ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് ഇതേപോലെ കുത്തുകളൊക്കെ വീണ് വന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മൂടി വെച്ച് ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പതുക്കെ അങ്ങ് വിടിവിച്ചെടുത്തിട്ട് ബാക്കി എല്ലാ അപ്പം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ സൈഡൊക്കെ ഇത്ര മൊരിയിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മൊരിയിച്ചാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഡിയായി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാരണ അപ്പച്ചട്ടിയിൽ അപ്പം സാധാരണ റെഡിയാക്കുന്ന പോലെ അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. അല്ല ഇതേപോലെ പാലപ്പം പോലെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയായിട്ട് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി അരച്ച് വെച്ച് രാവിലെ ആകുമ്പോഴേക്കും റെഡിയായിട്ട് വന്നോളും. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല മുരുമുര എന്നുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതേപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ അപ്പവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിവശമൊന്നും ആണെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് മുരിഞ്ഞ് ഇതേപോലെ കുത്തുകളൊക്കെ വീണ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് തണുത്തൊന്നും പോവാതെ ഒരു ചെറു ചൂടോടെയോ അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.